ഹായ് ഹലോ എല്ലാവർക്കും ഷെയ്മാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹാപ്പി വുമൻസ് ഡേ എല്ലാവർക്കും, എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി വുമൻസ് ഡേ. ഇന്ന് നമ്മൾ നമ്മുടെ ലാവൻഡർ സോപ്പിൻ്റെ വീഡിയോ കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ ലാവൻഡർ സോപ്പിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് റിക്വസ്റ്റ് ചെയ്തതാണ് ലാവൻഡർ സോപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ കിറ്റ് റെഡിയാക്കി തരുമോ എന്നുള്ളത്. കിറ്റ് അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി കിറ്റ് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഈ ഒരു ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെത്തുന്ന രീതിയിൽ നമ്മളത് പോസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിതിന് ആവശ്യമുള്ള സോപ്പ് എന്ന് വെച്ചാൽ ഞാൻ ഒരു 500 ഗ്രാം ഗ്ലിസറിൻ ബേസ് ആണ് എടുത്തിരിക്കുന്നത്. ഗ്ലിസറിൻ ബേസ് നമ്മൾ വാങ്ങുന്ന സമയത്ത് കറക്റ്റ് അത് ഗ്ലിസറിൻ്റെ ബേസ് തന്നെ ആണോ എന്ന് ഉറപ്പ് വരുത്തി വാങ്ങുക. കാരണം നല്ല സോപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഗ്ലിസറിൻ സോപ്പ് ബേസ് തന്നെ, മെൽറ്റ് ആൻഡ് പ്യൂർ ഗ്ലിസറിൻ ബേസ് തന്നെ ഉപയോഗിച്ചാൽ നല്ല കറക്റ്റായിട്ട് നമുക്ക് നല്ല അടിപൊളി സോപ്പ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു 500 ഗ്രാം സോപ്പ് ബേസ് ആണ്. അതൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി നമുക്ക് ഡബിൾ ബോയിലാണ് മെത്തേഡ്. അതുപോലെ തന്നെ കറക്റ്റ് നമ്മൾ എപ്പോഴും കാണിക്കുന്ന പോലെ തന്നെ ഡബിൾ ബോയിൽ മെത്തേഡിന് വേണ്ടിയിട്ട് വെള്ളം ചൂടായി കിടന്ന ഇതിലേക്ക് നമ്മൾ സോപ്പ് ബേസ് വെച്ച് കൊടുത്ത് പതുക്കെ മെൽറ്റാക്കി എടുക്കുക. ഇനിയൊന്ന് നമുക്കിത് മെൽറ്റായി വരുമ്പോഴത്തേക്ക് കുറച്ച് സമയമുണ്ടല്ലോ, ആ ഒരു സമയത്തിന് നമുക്ക് സോപ്പ് മോൾഡ് എടുത്ത് റെഡിയാക്കി വെക്കാം. മോൾഡിനകത്തേക്ക് കുറച്ച് ലാവൻഡറിൻ്റെ ഫ്ലവർ നമുക്കിടണം. ലാവൻഡറിൻ്റെ ഫ്ലവർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 5 സോപ്പ് നമ്മൾ വിചാരിച്ചാൽ മതി. കാരണം 500 ഗ്രാമിന് 5 സോപ്പേ കിട്ടുകയുള്ളൂ. പിന്നെ ഒരു സോപ്പ് കൂടെ അധികം കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു 6 എണ്ണത്തിലേക്ക് ഫ്ലവർ ഇട്ടത് കേട്ടോ. നമുക്ക് നോക്കാം, മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയുള്ളൂ എത്ര സോപ്പ് നമുക്ക് കറക്റ്റ് കിട്ടുമെന്നുള്ളത്. പക്ഷേ മെഷർമെൻറ്റ് വെച്ചാണെങ്കിൽ നമുക്ക് 5 സോപ്പ് തന്നെ കിട്ടത്തുള്ളൂ. ഏകദേശം നമ്മുടെ ബേസ് എല്ലാം മെൽറ്റ് ആയിരിക്കുന്നുണ്ട്. മെൽറ്റായ ബേസിനകത്തേക്ക് നമുക്ക് കുറച്ച് ലാവൻഡറിൻ്റെ എസൻഷ്യൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂണോളം എസൻഷ്യൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മെൽറ്റ് ചെയ്യുക. നന്നായിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഫ്ലവർ എണ്ണയിലിട്ട് വെച്ച് കഴിയുമ്പോൾ നമുക്ക് കാണുന്ന കളർ ഒരു ഗ്രീൻ കളർ പോലാണ്. ഇനി ലാവൻഡറിൻ്റെ കറക്റ്റ് കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ അതിനകത്തേക്ക് ലാവൻഡറിൻ്റെ കളർ തന്നെ ചേർക്കണം. അപ്പോൾ നമുക്കൊരു ഡ്രോപ്സ് ഫസ്റ്റിൽ നമുക്ക് ഈ സോപ്പ് ബേസിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കതിന് ഏത് രീതിയിലുള്ള കളറാണ് കിട്ടുന്നതെന്ന് നോക്കാം. നമ്മളിപ്പോൾ ലാവൻഡറിൻ്റെ കളറ് തന്നെ ഒരു 1 ഡ്രോപ്സാണ് എഴുതി ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കൊരു ലൈറ്റ് ഷെയ്ഡിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ കളർ പോരാന്നുണ്ടെങ്കിൽ ഒരു 2 ഡ്രോപ്സ് കൂടെ, അപ്പോൾ ടോട്ടൽ ഒരു 3 ഡ്രോപ്സ് മാത്രമേ ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചുള്ളൂ. അപ്പോൾ തന്നെ നല്ല കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ടത് വൈറ്റമിൻ ഇ ആണ്. അപ്പോൾ വൈറ്റമിൻ ഇ ഒരു 1/4 ടീസ്പൂൺ കൂടി നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. വൈറ്റമിൻ ഇ കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സോപ്പാണ് ലാവൻഡർ സോപ്പ്. ലാവൻഡറിൻ്റെ എസൻഷ്യൽ, ലാവൻഡറിൻ്റെ ഫ്രാഗ്രൻസ്, കളറ്, ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസുകൾ. ഇപ്പോൾ വൈറ്റമിൻ ഇ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇറക്കി വെക്കാം. ഇറക്കി വെച്ചതിന് ശേഷം വേണം നമ്മുടെ ഫ്രാഗ്രൻസ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാൻ. നിങ്ങൾ നോക്കുക, എപ്പോഴും നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒഴിക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റി, ലാവൻഡർ സോപ്പ് ഉണ്ടാക്കുന്ന സമയത്തായാലും മറ്റുള്ള സോപ്പ് ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഒഴിക്കുന്ന ഫ്രാഗ്രൻസിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവാണ്. ഞാനൊരു 10-15 ഡ്രോപ്സിനുള്ളിലേ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുള്ളൂ. കാരണം നമുക്ക് 1/2 കിലോ സോപ്പ് ബേസേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് മതി. അപ്പോൾ ഇതൊന്ന് ചെറിയ രീതിയിലൊന്ന് സെറ്റ് ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുത്തത് ആ ഫ്ലവർ ഒന്ന് ഇങ്ങനെ സ്പ്രെഡായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി പതുക്കെ നമുക്ക് ബാക്കിയുള്ള ബേസ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 100 ഗ്രാമിൻ്റെ വീതമുള്ള സോപ്പാണ് എനിക്ക്. ഈ ലാവൻഡറിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത സോപ്പ് എല്ലാം സെയിലായിപ്പോയി. വീണ്ടും ഓർഡർ വരുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഓർഡർ വരുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും ഞാൻ എടുത്ത് അപ്ലോഡ് ചെയ്യാറുണ്ട്. കാരണം അത് വാങ്ങുന്ന കസ്റ്റമർക്കും അതൊരു വലിയൊരു ഇതാണ്. നമ്മൾ എന്തൊക്കെ അതിൽ ആഡ് ചെയ്തിട്ട് അവർക്കത് കൊടുക്കുന്നതെന്നുള്ളത് അവർക്ക് കറക്റ്റ് പ്രൂഫാണ് നമ്മുടെ ഈ ഒരു വീഡിയോ. ഇതിപ്പം നമുക്ക് ഓർഡറുള്ള ഒരു കസ്റ്റമർക്ക് വേണ്ടി ചെയ്യുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ അവർ വാങ്ങി, അവർക്ക് ഇഷ്ടപ്പെട്ട് വീണ്ടും ഓർഡർ ചെയ്തപ്പോൾ അവർക്ക് വേണ്ടി തന്നെ നമ്മൾ തയ്യാറാക്കുന്ന സോപ്പാണിത്. അപ്പോൾ 3 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ സോപ്പ് സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഈ ഒരു സോപ്പ് ബേസ്, ഗ്ലിസറിൻ ബേസ് വെച്ച് നമ്മുടെ സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം ഫുള്ളായിട്ട് വെക്കാനോ അല്ലെങ്കിൽ വെയിലത്ത് കൊണ്ട് വെക്കുകയോ ഒന്നും ചെയ്യണ്ട. ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ച ഡൗട്ടാണ്, സോപ്പ് ഉണ്ടാക്കിയിട്ട് സെറ്റ് ആവുന്നില്ല, വെയിലത്ത് കൊണ്ട് വെക്കണമെന്നൊക്കെ. ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല.
പ്യുവറായിട്ട് നല്ല അടിപൊളി സോപ്പ് ബേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും 3 മണിക്കൂർ കൊണ്ട് തന്നെ നിങ്ങളുടെ സോപ്പ് സെറ്റായി കിട്ടിയിരിക്കും. കറക്റ്റ് നമ്മുടെ ലാവൻഡർ സോപ്പ് സെറ്റായി വന്നത് കണ്ടോ, ഇതേപോലെ കിട്ടും. നല്ല ബേസ് വാങ്ങി സോപ്പ് ഉണ്ടാക്കി. അപ്പം നിങ്ങൾക്ക് സോപ്പിന് ആവശ്യമായിട്ടുള്ള എന്ത് മെറ്റീരിയൽസ് വേണമെങ്കിലും ഷെയ്മാസ് വേൾഡിൽ അല്ലെ ഹയ ഓർഗാനിക്കിൻ്റെ ചാനലുണ്ട്. ഇത് രണ്ടും നമ്മുടെ ചാനൽ തന്നെയാണ്. ഇതിൽ കോൺടാക്റ്റ് ചെയ്താലും നിങ്ങൾക്ക് വേണ്ട എല്ലാ ഐറ്റവും നിങ്ങളുടെ വീട്ടിലെത്തുന്ന രീതിയിൽ നമ്മൾ കൊറിയർ അയച്ചു തരുന്നതായിരിക്കും. കൊറിയർ സർവീസ് ഉണ്ട്. അപ്പം സാധനം വാങ്ങുമ്പോഴും നമ്മൾ സാധനത്തിന് ക്വാളിറ്റി ഉറപ്പ് വരുത്തുക. നമുക്ക് നല്ല രീതിയിലുള്ള സാധനങ്ങൾ വെച്ച് നമ്മൾ സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്ല ഷാമ്പുവോ ഫേസ് വാഷോ അതല്ല ഷവർ ജെല്ലോ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഓർഡറുകൾ വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എല്ലാം നല്ല രീതിയിൽ നല്ല സാധനങ്ങൾ കൊണ്ട് കസ്റ്റമർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. കസ്റ്റമറുടെ ഫീഡ്ബാക്കാണ് നമ്മുടെ ഓരോ ദിവസത്തെയും മുന്നോട്ടുള്ള യാത്രയ്ക്കുള്ള ഒരു വിജയത്തിനുള്ള ഒരു വഴി എന്ന് വെച്ചാൽ കസ്റ്റമറുടെ ഫീഡ്ബാക്കാണ്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക, നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഓക്കെ ബൈ, താങ്ക് യു.